കാനനവാസനും കലിയുഗവരദനുമായ അയ്യപ്പനെ കാണാൻ കാനനപാത താണ്ടി സന്നിധാനത്തെത്തുന്നത് ആയിരങ്ങളാണ്. ശബരിമല പൂങ്കാവനത്തിന്റെ മടിത്തട്ടിലൂടെ കയറ്റിറക്കങ്ങൾ താണ്ടി അയ്യപ്പ ദർശനത്തിന് എത്തുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന പരമ്പരാഗത കാനനപാതയിലൂടെയുള്ള യാത്ര അനുഭൂതിദായകമാണെന്ന് ഇതുവഴി എത്തുന്ന തീർത്ഥാടകർ പലപ്പോഴും പറയാറുണ്ട്. ദിവസവും ആയിരത്തിലധികം പേർ ഇപ്പോഴും കാനനപാതയിലൂടെ ശബരിമലയിൽ എത്തുന്നുണ്ട്. വണ്ടിപ്പെരിയാർ സത്രത്ത് നിന്ന് കാൽനടയാത്ര തുടങ്ങും. കുത്തനെയുള്ള കയറ്റിറക്കങ്ങളുള്ള പാതയിലൂടെ നടന്ന് സന്നിധാനത്തെത്താൻ പലരും 5 മണിക്കൂറിലധികം എടുക്കും. ഉപ്പുപാറ, പുല്ലുമേട് വഴിയുള്ള യാത്ര പ്രകൃതിയുടെ വന്യത ആസ്വദിച്ചുള്ളതായതിനാൽ ഒട്ടും മടുപ്പ് തോന്നാറില്ലെന്ന് പതിവായി ഈ വഴി പോകുന്നവർ പറയുന്നുണ്ട്. ഭക്തരുടെ സുരക്ഷയ്ക്ക് നടപടികൾ വനംവകുപ്പും പോലീസും സ്വീകരിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിയോടെ വനപാലകർ വനപാതയിലൂടെ സഞ്ചരിച്ച് വന്യമൃഗങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഭക്തരെ കടത്തിവിടുന്നത്. 13 കിലോമീറ്റർ ദൂരമുള്ള പാതയിൽ വൈദ്യുതി വിളക്കുകളും കുടിവെള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സത്രത്ത് നിന്ന് ഓരോ സംഘത്തിനും ആളുകളുടെ എണ്ണം രേഖപ്പെടുത്തിയ ടോക്കൺ നൽകിയാണ് കടത്തിവിടുന്നത്. സന്നിധാനത്തിന് സമീപം പാണ്ടിത്താവളത്തുള്ള അവസാന ചെക്ക് പോസ്റ്റിൽ എത്തുന്നത് വരെ ഓരോ ചെക്ക് പോസ്റ്റും കടക്കുമ്പോൾ ഈ ടോക്കൺ നോക്കി എല്ലാവരും സുരക്ഷിതരായി കടന്നുപോയി എന്ന് ഉറപ്പാക്കും. ഉച്ചയ്ക്ക് 1 മണിവരെ മാത്രമേ സത്രത്ത് നിന്ന് ഭക്തരെ കടത്തിവിടുള്ളൂ. അവസാന ആളും പോന്നു കഴിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിന്നാലെ സഞ്ചരിച്ച് ഭക്തർ സുരക്ഷിതമായി കടന്നുപോയി എന്ന് ഉറപ്പാക്കും. സന്നിധാനത്ത് നിന്ന് സത്രം ഭാഗത്തേക്ക് രാവിലെ 11 വരെ ഭക്തരെ കടത്തിവിടും. ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായാൽ NDRFന്റെ സംഘമെത്തി അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യും. ഉപ്പുപാറയിൽ ആംബുലൻസ് സൗകര്യവും മെഡിക്കൽ സംഘവും സജ്ജമാണ്. സ്വാമി ശരണം. സ്വാമിയേ ശരണമയ്യപ്പ.